ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിന് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ക്ലച്ച് സൈഡിൽ നിന്ന് സൗണ്ട് വ്യത്യാസം, വണ്ടി വലിയ തീരെയില്ല, പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ക്ലച്ച് സൗണ്ടും ബ്രേക്ക് ചെക്കപ്പുമാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം അവർക്ക്. ബ്രേക്കിൻ്റെ കേസ് നമ്മൾ ഫസ്റ്റ് നോക്കിയോ, ബ്രേക്കിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ബാക്കിലത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറ്റിയിടണം കേട്ടോ. അപ്പോൾ ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരംഭമാണ്, ചെറിയൊരു ഓയിൽ ലീക്ക് പോലെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് എൻജിൻ സൗണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്താണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ഓയിൽസിലൊക്കെ പോയിട്ട് ഓയിൽ ലീക്കായിട്ടുണ്ട്. സൗണ്ടിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കണ വേരിയേറ്റർ ബോഡിയൊക്കെയാണ്. അത് ഫുള്ള് ഡാമേജായി. അതിൻ്റെ റോളർ, ബുഷ് കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലൈൻറ്റിലേക്ക് ആയി. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇത് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവും തമ്മിൽ ഇത് എത്രയും പ്ലേ കാണിച്ചാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടിക്ക് വലിയിൽ കാണിക്കും, സൗണ്ട് വ്യത്യാസം ഒക്കെ കാണിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ റോളർ ബുഷ് എല്ലാം തന്നെ പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്കായി. സെറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആ ബുഷൊക്കെ പോയി അടിച്ചത് ഈ സൈഡിലൊക്കെ അടിച്ച് അതൊക്കെ പൊട്ടിപ്പോയേക്കാണ് വീലുകളൊക്കെ കേട്ടോ. അപ്പോൾ ശരിക്കും ഈ വന്ന ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ മാറ്റിയിടണം. വേരിയേറ്റർ ബോഡി മാറണം, ബോസ് ഡ്രൈവ് മാറണം, ഈ റോളർ, അതിൻ്റെ സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ക്ലച്ച് ഷൂ വരുന്ന യൂണിറ്റിൻ്റെ ഭാഗം നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി നമുക്കിതുമ്പോൾ ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. ബെൽറ്റിന് വേറെ ഡാമേജ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ക്ലച്ചിൽ വന്നേക്കുന്നത് നമുക്ക് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, സെറ്റ് സ്ലൈഡ് ഭാഗങ്ങളാണ്. അത് മാറ്റി റീസെറ്റ് ആക്കുക. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ തന്നെ ക്ലച്ച് സൈഡിൽ തന്നെ ഓയിൽസീലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകും. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ സ്കൂട്ടർ മോഡൽ വണ്ടികൾ, ഹോണ്ടയുടെ എല്ലാ വണ്ടികളുടെയും, അതായത് സ്കൂട്ടർ മോഡൽ എല്ലാ വണ്ടികൾക്കും അങ്ങനെ തന്നെയാണ്, ക്ലച്ച് CVT ക്ലച്ച് ആയിരിക്കും. CVT ക്ലച്ച് ഉള്ള വണ്ടിക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിങ് നടത്തണം. സാധാരണ രീതിയിൽ നമ്മളൊരു 4 മാസം കൂടുമ്പോൾ ജനറലായിട്ടൊരു സർവീസ് ചെയ്യുക. ആ കൂട്ടത്തേക്കൂടെ ഇതൊക്കെ ചെക്ക് ചെയ്ത് പോണതാണ്. പിന്നെ 4 മാസം കൂടുമ്പോൾ പറ്റിയില്ലെങ്കിൽ പോലും 6 മാസത്തിലൊരിക്കൽ തന്നെ ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ എത്രയുമ്പോൾ തീർന്നത് നന്നായി. ബാക്കിലത്തെ വീലുകളൊക്കെ ഈ സൈഡിലേക്ക് പോയി ഈ ചെറിയ പീസുകൾ ഇതൊക്കെ കയറി ലോക്കായി കഴിഞ്ഞാൽ എൻജിൻ കേസ് അടക്കം പൊട്ടിപ്പോണ കംപ്ലൈൻറ്റൊക്കെ വരാറുണ്ട് സാധാരണ. ആ കയറി ഓർഡറിൻ്റെ അനുസരിച്ച് എവിടെ ലോക്കാവണേന്നറിയില്ല. ആ ലോക്കാവുമ്പോൾ എൻജിൻ കേസ് അടക്കം പൊട്ടിപ്പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് വണ്ടികൾ. അപ്പോൾ അത്രയ്ക്ക് റിസ്ക് പിടിച്ചൊരു വർക്കാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ ഇനിയായാലും ശ്രദ്ധിക്കുക, നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തിലൊരിക്കലും വണ്ടി കയറ്റിയിട്ട് ജനറലായിട്ടൊരു സർവീസ് ചെയ്യുക. ജനറൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനിന് നമ്മുടെ ഇടയ്ക്ക് മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരും. അത് നമ്മൾ നോക്കാം. എവിടെയെങ്കിലും ഗ്രീസിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. ചെറിയ തേമാനുള്ള പാർട്സുകൾ കൊണ്ട് മാറ്റി പുതിയത് ഘടിപ്പിക്കുക. അതൊക്കെയാണ് ജനറലായിട്ടുള്ള സർവീസ്, അതായത് പീരിയോഡിക് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ചെയ്തു പോകണം എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ ഇപ്പം നമുക്ക് വന്നേക്കണ ഈ ഡാമേജിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. അതിനകത്ത് ക്ലച്ചിൽ വരുന്ന ഈ ഭാഗങ്ങളുണ്ട്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് വാട്സാപ്പിലേക്ക് ഇടണം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം. ഞാൻ ഏകദേശം ഒരു 2 മണിക്കുള്ളിലൊക്കെ നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം. അതിക്ക് മുമ്പാവാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. എന്തായാലും നമുക്ക് 2 മണി വിട്ട് പോകാത്ത രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ.